കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പോ മന്ത്രിസഭയോ അല്ല SITയെ തീരുമാനിച്ചത്. SITയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് CPIM ആണ്. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു SIT വേണം, പ്രത്യേക അന്വേഷണ സംഘം വേണം. കാരണം അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിജിലൻസ് ആയിരുന്നു. വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള വിജിലൻസാണ്. ആ വിജിലൻസ് അന്വേഷണം പോരാ, വിശദമായ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം അന്വേഷണം. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം വേണം. ആ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വന്നതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. UDFകാർ ആദ്യം അങ്ങനെ സ്വാഗതം ചെയ്തില്ല. പിന്നെ CBI വേണം എന്നെല്ലാം പറഞ്ഞു. അവസാനം അന്വേഷണം മുന്നോട്ടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു SIT അന്വേഷണം മതി. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2019 പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചു. 2017 കുടിമരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കുടിമരം മാറ്റുമ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ചെതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രതലമാണ് കുടിമരത്തിൻ്റെ പ്രതലം. നല്ല സിമെൻ്റ് ഇട്ടതറിയാം, ഒരു തരത്തിലും ചെതൽ അരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇല്ലാതെ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിമരം മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ SITയോട് കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്നു വാജി വാഹനം, 10.5 കിലോ ഭാരമുള്ള നമ്മൾ സാധാരണ പറയാം പഞ്ചലോഹ കൂട്ടാണ്. അതിനെ സ്വർണം പൊതിഞ്ഞതാണ്. എത്രയായിരിക്കും അതിൻ്റെ മൂല്യം? ആർക്കും കണക്കാക്കാൻ സാധിക്കുന്നതല്ല. അത്ര മൂല്യമുള്ള ഈ പറയുന്ന സാധനം ഒരു തരത്തിലുള്ള നിയമവാഴ്ചയും അംഗീകരിക്കാതെ തന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡാണെന്ന് കണ്ടോളണം, കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എടുത്തുകൊണ്ടുപോയി. അതിപ്പോൾ തിരിച്ചുകൊണ്ട് വന്നു. അത് പോലീസ് കണ്ടെടുത്തു. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിർമ്മിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് പണം പിരിച്ചു. ഏതാണ്ട് 3 കോടി രൂപ പിരിച്ചു. അതിന് സ്വർണം പിരിച്ചു. എത്രയാണ് സ്വർണമെന്ന് അപ്പവും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ? ഈ വാജി വാഹനം കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച തുക എത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 കൊല്ലത്ത് ഇത് മാത്രം പോരാ, 10 കൊല്ലം പിന്നോട്ടേക്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. സാധാരണ രീതിയിൽ ആർക്കും കാണാൻ സാധിക്കാത്ത സോണിയാഗാന്ധി അവരനുവാദം കൊടുക്കാറില്ല. കരുണാകരന് പോലും കൊടുത്തിട്ടില്ല മുമ്പ്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും മുഖ്യപ്രതി, എല്ലാവർക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം ഈ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രമുഖ 2 നേതാക്കന്മാർ. ഒന്ന് ഇപ്പോഴത്തെ UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, ഇപ്പോൾ MP ആണ്. അന്ന് അവിടുത്തെ MP ആൻഡോ ആൻ്റണി, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. ഇന്നേ വരെ ആരും മറുപടി കണ്ടില്ല. ചിലർ പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മരിച്ചുകൊണ്ടാണ്. പ്രയാർ ഗോപാലകൃഷ്ണനാണോ MP-മാരുൾപ്പെടെ ഉള്ളപ്പോൾ സോണിയാഗാന്ധിയുടെ രീതി വാങ്ങുക? അപ്പോൾ വലിയ രീതിയിൽ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ധരിക്കുന്ന സന്ദർഭം വന്നതോടുകൂടി SIT അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കം പറയാൻ തുടങ്ങി. അത് അവരെ ബാധിച്ചപ്പോഴാണ്. പിന്നെയോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കുറേയും കൂടി ചിത്രം വ്യക്തമാകുന്ന രീതിയിൽ. എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്, ഒരു വ്യക്തതയില്ലായ്മയില്ല. വ്യക്തത വരുന്ന രീതിയിൽ തന്ത്രി പിടിക്കപ്പെട്ടു.
തന്ത്രിയെ പിടിക്കപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായേ? തന്ത്രിയുടെ വീട്ടിലേക്കല്ലേ അദ്ദേഹത്തിൻ്റെ താമസം. അതിന് വീട് എന്നാ പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തേക്കല്ലേ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, വാസസ്ഥലത്തേക്കല്ലേ ബി ജെ പിക്കാരുടെ ഒഴുക്ക്. അതോടുകൂടി ബി ജെ പിക്കാർക്കും മനസ്സിലായി അവരുടെയും നേരെയാണ് വരുന്നത്. അപ്പോൾ ബി ജെ പിക്ക് നേരെ വരുന്നു, കോൺഗ്രസ്സിന് നേരെ വരുന്നു. 10 കൊല്ലം ഇങ്ങോട്ടുള്ളത് മാത്രമല്ല 10 കൊല്ലം അങ്ങോട്ടുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ കൊടിമരം മാറ്റിയത് ഉൾപ്പെടെ വാജി വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടും. പിരിച്ച പണം എവിടെ എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല, പിടിച്ച സ്വർണ്ണം എവിടെ എന്നുള്ളതിന് ഒരു വ്യക്തതയില്ല. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് എന്ന് വന്നപ്പോഴല്ലേ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പദമാണ് ഉപയോഗിക്കുന്നത്, ശുദ്ധ അസംബന്ധമാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ അന്നും മാറ്റി പറഞ്ഞിട്ടില്ല, ഇന്നും മാറ്റി പറഞ്ഞിട്ടില്ല. സ്വർണം, ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെടാൻ പാടില്ല. അതോടൊപ്പം ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ആരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനോ പാർട്ടിക്കോ ഇല്ല, ഞങ്ങൾക്കാർക്കും ഇല്ല. ഇത്രയും കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം മാറ്റി പറയുന്നത് അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ്സാണ്, അതുപോലെ ബി ജെ പിയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ഉത്തരം കിട്ടാതെ ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നു വരികയും ചെയ്തപ്പോൾ അവരാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു വ്യത്യാസമില്ല, നിലപാട് വളരെ കൃത്യമാണ്, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനുമില്ല. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കാനുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല. എന്തായിരുന്നു നിങ്ങളുടെയെല്ലാം നിലപാട്? കേരളത്തിലുടനീളം പത്രസമ്മേളനം നടത്താനേ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. എന്താ ചോദ്യം? ഇപ്പോൾ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. കാരണം ഞങ്ങൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. മാറ്റി പറയുന്നത് UDF അതുപോലെ തന്നെ BJP ആണ്. ശബരിമല കൊള്ളയിലെ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവരെല്ലാം നിൽക്കുകയാണ്. അതാ സ്ഥിതി. അതെല്ലാം ജയിലുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് കൃത്യമായിട്ട് വരട്ടെ, അന്നേരം തീരുമാനിക്കും. എല്ലാം കോൺഗ്രസ്സാണ്. ആരല്ലാതെ എല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട. കോൺഗ്രസ് അല്ലേ KC വേണുഗോപാലനാണ് പോറ്റിയെ കയറ്റിയെ. വേറെ ആരെങ്കിലും അന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്? KC വേണുഗോപാലൻ പോറ്റിയെ കയറ്റിയത്. അപ്പോൾ അയാൾ ജയിലല്ലേ? അല്ല, ഈ പറയുന്ന ആൾ ജയിലല്ലേ? ഈ പറയുന്ന മുരാരി ഉൾപ്പെടെയുള്ള എല്ലാം ജയിലിലാണ്. അവരെല്ലാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു. ഞങ്ങളതൊന്നും പറയാനിട്ടാണ്. അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് അതാത് മേഖലയിൽ. അങ്ങനെ മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ BJP ഉണ്ടെങ്കിൽ BJP ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട ഈ വിഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണിൽ പെട്ട് തന്നെയാണ്, ഒന്നും പെടാതൊന്നുമല്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ചാർജ് ഷീറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഞങ്ങൾ സ്വീകരിക്കും. അതിൽ മറച്ചു വെക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയാതെ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് കുറേ നടന്നത്. ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ശരി, ഞാനെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, സോണിയ ഞാൻ മലയാളത്തിൽ ശരിയായ മലയാളത്തിൽ വളരെ നിർത്തി മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത്. ഈ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ ഇത്, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവാതെ എന്താ? അത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സുഹൃത്തെ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ കാണൽ തന്നെ പ്രയാസം അല്ലേ? ആണോ? നിങ്ങൾ പോയാൽ പറ്റി സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പത്രപ്രവർത്തനാണല്ലോ, കാണാൻ പറ്റുമോ നേരിട്ട്? എന്താ മറുപടി പറയാതെ? എങ്ങനെ പറ്റാൻ? നിങ്ങൾ പോയി നോക്കും, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കും. ഇതിൻ്റെ നിങ്ങൾക്കെന്താ ജയ്ഹിന്ദ് കൊമ്പുണ്ടോ? ജയ്ഹിന്ദാ? ഏത് പാർട്ടീൻ്റെ? അതെ, കോൺഗ്രസ് പാർട്ടീൻ്റെ ചാനലായതുകൊണ്ട് കരുണാകരൻ കാണാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് കാണാൻ കൊമ്പുള്ള ജയ്ഹിന്ദിന്? ഞാൻ വരൂല്ലല്ലോ. അതുകൊണ്ടാണ് വേറെ ആൾ കൂട്ടിക്കോ, എന്നെ കൂട്ടണ്ട, വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടി കാണും, എന്നിട്ട് ആകുമ്പോൾ നമുക്ക് അടുത്ത പത്രസമ്മേളനം പറയുമ്പോൾ പറയാം കാണും. എന്നെ കൂട്ടണ്ട, വേറെ ആരെങ്കിലും കൂട്ടിക്കോ. നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിക്കോ. നേതാവിനെ കൂട്ടിക്കോ, കോൺഗ്രസിൻ്റെ നേതാവിനെ കൂട്ടിയിട്ട് നിങ്ങൾ കാണും. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറ. അതാ കരുണാകരൻ പറഞ്ഞതാണ് ഞാൻ ഉദ്ധരിച്ചത്. കരുണാകരൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ കൃത്യമായി
നിങ്ങൾക്ക് എന്താ എന്തിനാണ് സോണിയാഗാന്ധി? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നും കൂടി ആവർത്തിക്കാം. മനസ്സിലാവാതെ നിങ്ങളെപ്പോലുള്ള രണ്ടാളുണ്ട്, അത് അവർക്ക് വേണ്ടി പറയാം, അല്ല ജനങ്ങൾക്ക് വേണ്ടി പറയാം. ഒന്നും കൂടി പറയാം. ഇതിങ്ങനെയാണ്, സോണിയാഗാന്ധിയെ സാധാരണയിൽ കാണാൻ പറ്റില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ സാധിക്കില്ല. എന്നിട്ട് ജയിലിന് ടി വിൻ്റെ പ്രതിനിധി കാണാൻ കരുണാകരന് പോലും സാധിച്ചില്ല എന്നുള്ളത് കരുണാകരൻ തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. അന്ന് മുതലേ അതെ, ഇന്നും അതെ. അങ്ങനെയുള്ള ഒരാളുടെ ആര് കാണാനാണ് തീരുമാനിച്ച് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ്. അപ്പോൾ അവരെ കണ്ടതല്ല പ്രശ്നം, അവരെ കാണാൻ അവിടെ എങ്ങനെയാണ് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കൊള്ള മുതൽ വാങ്ങി എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധനും രണ്ടാളും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും മറ്റ് ചിലരുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം നൽകി വാങ്ങിയത് ആരാണ് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇന്നേ വരെ അവർ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്കെതിരെ ഇത്ര ധൃതി മറുപടി പറയാൻ? അവരാരും പറഞ്ഞില്ല മറുപടി ഇന്നേ വരെ. കോൺഗ്രസ്സുകാരും പറഞ്ഞില്ല. അതിൽ അടൂർ പ്രകാശ് ഉണ്ടല്ലോ, അതിൽ ആന്റോ ആന്റണി ഉണ്ടല്ലോ, MP, 2 MP മാരാണല്ലോ ഇപ്പോഴും. അവർ പറയാത്ത കാര്യം നിങ്ങൾക്കെതിരെ ഇത്ര വലിയ തിരക്കോടുകൂടി അവരെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നത്? പിന്നെന്താ? അങ്ങനെ ബാലിശമായ ചോദ്യത്തിനും ബാലിശമായ ഉത്തരവൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോണിയാഗാന്ധിയെ കണ്ടതിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ 2 കള്ളന്മാർ, പെരുങ്കള്ളന്മാർ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതിനാരാണ് അനുവാദം വാങ്ങിക്കൊടുത്തത്? അതെങ്കിലും പറയണ്ടേ? വെറുതെ പോയി കാണുക മാത്രമല്ല, കൈക്കെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടിക്കൊടുക്കണ്ടായി. അപ്പോൾ അത്ര ഒരു ബന്ധമുണ്ട്. അത് വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പോൾ ആംബുലൻസിൻ്റെ ആര്? അതൊരു പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും എല്ലാം പോകുന്ന സന്ദർഭത്തിൽ വരുന്നതിന് ആരായി ഉത്തരവാദി? എത്ര ബാലിശമായ ചോദ്യ. ഒരു പൊതുയോഗം നടക്കുന്നു, ആ പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആ പരിപാടി പങ്കെടുക്കുന്നു. ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയോ ഒരു ഭാഗത്ത് ഈ പറയുന്ന പോറ്റിയുണ്ട് എന്നുള്ളതുകൊണ്ട് അതാണ് ഇവിടെ വളരെ വലിയ ചോദ്യമായിട്ട്. ഇത് രണ്ടും രണ്ടല്ലേ? നിങ്ങൾക്ക് ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ? ന്യായമായ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? ഒരു പൊതുയോഗത്തിൽ ഒരാൾ പങ്കെടുത്ത യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തല്ലോ, പ്രസംഗിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം അത്? അതൊന്നുമല്ല ഇവിടെ കാര്യം. വളരെ പ്രൊട്ടക്റ്റ്, ഒന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈച്ച പോലും കടക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഈ 2 പെരുങ്കള്ളന്മാരും ഇപ്പോഴത്തെ 2 MP മാരും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എങ്ങനെ പങ്കെടുത്തു, എങ്ങനെ അവരെ കാണാൻ സാധിച്ചു എന്നുള്ളതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറുപടി പറയാൻ പറ്റില്ല. നിങ്ങൾ ജയിഹിന്ദിൻ്റെ ഒക്കെ ആളായിരിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മറുപടി പറയാൻ പറ്റാത്തത്. കണ്ടു. അതല്ലേ പരിശോധിക്കേണ്ടത്? അത് പരിശോധിച്ചോട്ടെ. ഞാൻ പറയുന്നില്ല, കണ്ടു എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ തെളിവ്. ആ തെളിവല്ലേ ഞാൻ പറഞ്ഞത്. അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉത്തരം പറയേണ്ട കാര്യം ഇത്രയേ പറയേണ്ടുള്ളൂ. ഇന്ന ആവശ്യത്തിനാണ് കണ്ടത് എന്ന് പറയട്ടെ. അത് പരിശോധിച്ചോട്ടെ, അവർ പരിശോധിച്ചോട്ടെ. പരിശോധിച്ചോട്ടെ അവർ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എന്ന് പറയണം നിങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാദമെല്ലാം. ഞാനിപ്പോൾ പറയുന്നില്ല, അവർ പരിശോധിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്. യെസ്. അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇവരെന്തിനാണ് പോയതെന്നുള്ള കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല, അത് മാത്രം തന്നെ ഞാൻ പറഞ്ഞത്. പിന്നെ പ്രതിയാക്കപ്പെടണോ വേണ്ടിയോ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല പറയേണ്ടത്, അതായത് SIT ആണ്. അതാ കാര്യം. അതുകൊണ്ടാണ് പറയായിരുന്നത്. പരിശോധിക്കണം, അത്രയും ഞങ്ങൾ പറയുന്നത്. പ്രതിയാക്കണം എന്നുള്ളത് ഇവിടെ ആരും ചോദിച്ചല്ലോ. അതിലൊന്നും ഞാൻ പ്രതിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല. പരിശോധിക്കണം തന്നെയാണ് അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഉടഞ്ഞ അധ്യായം തന്നെ. ആര്? ആർക്കെതിരായിട്ട്? അത് പിന്നെ സംശയം. അടഞ്ഞ അധ്യായത്തിന് പിന്നെ പറഞ്ഞാ ഇല്ല, തുറക്കേണ്ട വരുന്നില്ല. ഒരു കാര്യമില്ല, തുറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞാണ്, ധനരാജ് രക്തസാക്ഷി കൊണ്ടുപോയി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ 2, 3, 4 ദിവസം മുമ്പേ പറഞ്ഞു.
അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണൻ എടുത്ത നിലപാട് കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കിയതാണ്. പിന്നെ കുഞ്ഞീഷ്ണനെ പാർട്ടി പുറത്താക്കി കുഞ്ഞീഷ്ണനെ മഹത്വവൽക്കരിച്ചിട്ടാണോ സംസാരിക്കുക? വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ചീത്ത പറയാനൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പയ്യന്നൂരിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷ്ണന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു. അത്രയേ പറഞ്ഞിട്ടു. വെല്ലുവിളിക്കൊന്നും ഞാൻ അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആര് വെല്ലുവിളി? ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുക? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല, അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നു. ഏത് കണക്കെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ. കുഞ്ഞീഷ്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും, അത് അത്രയൊന്നും കാലം നടക്കില്ല, വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത് റിപ്പോർട്ടറോ? ശരി, ഇല്ല കുഞ്ഞീഷ്ടം പറയുന്നത് ചർച്ചയില്ല. കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞീഷ്ടൻ്റെ കണക്ക് നോക്കുന്നു? കുഞ്ഞീഷൻ എന്തെല്ലാം പറയാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞീഷൻ പറയുന്നത് ഞങ്ങളാരെങ്കിലും മുഖവിലേക്ക് എടുക്കുമോ? ഏത് കണക്ക്? പിന്നെന്താ, എല്ലാം അവതരിപ്പിച്ചതല്ലേ, പാർട്ടിക്ക് ഉടനീളം പറഞ്ഞതല്ലേ, പാർട്ടിയിൽ ഉടനീളം നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഞങ്ങളുടെ കണക്കില്ലേ, ആ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും. അതിനെന്താ കുഴപ്പം? ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കും. പറഞ്ഞില്ലേ? പിന്നെന്താ? ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതുപോലെ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ പറയാം. പൊതുവേദിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കും. കേസ് കൊടുക്കുകയ്യ, അതാ പറഞ്ഞ കേസ്. MP ജയരാജൻ കേസ് കൊടുക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനും കേസ് കൊടുക്കും. പിന്നെന്താ? തോന്നിയാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിയാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. പോരെ? കുഞ്ഞികൃഷ്ണൻ്റെതായ അഭിപ്രായമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത് പാർട്ടിയെ തകർക്കാനാണ്. അത് പാർട്ടിക്കും ജനങ്ങൾക്കും അറിയാം. പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവരുമായി പാർട്ടി യാതൊരു സന്ധിയുമില്ല. ഇനി പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കി എഴുതിയ പുസ്തകങ്ങൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിച്ചാലും വ്യക്തികളല്ല പാർട്ടി, പാർട്ടിയാണ് പാർട്ടി. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി, പാർട്ടി അംഗങ്ങളോടൊപ്പം ബഹുജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞു എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന് പാർട്ടിയുടെ ആധികാരികതയില്ല. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധൻ്റെ പുസ്തകമാണ്. മതി കുഞ്ഞികൃഷ്ണനെ മതി. കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏഷ്യാനെറ്റിലല്ലേ, ഏഷ്യാനെറ്റിലാമാണ് സദാവ് കുഞ്ഞികൃഷ്ണനെ കോടതി ചാടിച്ചത്. അത് കണക്ക് മതി. കണക്കിനെ പറ്റി പറഞ്ഞു. ഇനിയില്ല. ഇനി ഇതിൻ്റെ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഒരു വാര വിശദീകരണം ഉദ്ദേശിക്കുന്നു. പറഞ്ഞു ചോദിച്ചു.